സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ TK രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, കോൺഗ്രസിൽ AICC-യിൽ വിശേഷിയ AICC-യിൽ ഒരുപാട് ഒരു കോൺഗ്രസിനകത്തൊരു ചെറിയ മാറ്റമൊക്കെ പതിവിൽ നിന്ന് വിപരീതമായി കോൺഗ്രസ് ഒരുപാട് മാറിയതായി ഒരു തോന്നൽ ഇപ്പോൾ അടുത്തിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ തോന്നൽ ആണ് അത്. എൻ്റെ തോന്നൽ മാത്രമല്ല, മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ അത് ചർച്ചയായിട്ടുമുണ്ട്. അവരോട് സ്നേഹമുള്ള, കോൺഗ്രസിനോട് സ്നേഹമുള്ള ചില മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ അത് വാർത്തയാക്കിയിട്ട് വന്നിട്ടുണ്ട്. സാറിന് കാര്യം പിടികിട്ടും. അതായത് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഭരണത്തിലേക്ക് വരുമ്പോൾ മുഖ്യമന്ത്രിയായി AICC-യുടെ ഹൈക്കമാൻഡിൻ്റെ ഒരു കെട്ടിയിറക്കൽ ഉണ്ടായില്ല. ഇപ്പോൾ അത് VD സതീശൻ മുഖ്യമന്ത്രിയായി ഏതാണ്ട് 20 ദിവസം, ഒരു മാസത്തിന് ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രം. VD സതീശൻ മുഖ്യമന്ത്രിയായതിന് പിറകെ കർണാടകത്തിലെ 2 ധ്രുവങ്ങളിൽ നിന്ന് 2 വലിയ നേതാക്കളെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് ഒരാളുടെ കാലാവധി കഴിഞ്ഞ് ഒരു 6 മാസവും കൂടെ നീട്ടിക്കൊടുത്തിട്ട് അടുത്ത ആൾക്ക് അധികാര കൈമാറ്റം നടത്തുന്നു. സർ, കോൺഗ്രസ് ശരിക്കും BJPക്ക് ഇപ്പോൾ പഠിക്കുകയാണോ? ഒരുപാട് മാറ്റമുണ്ട് AICC-ക്ക്. എന്ത് തോന്നുന്നു സാർ? അതാണ് അയ്യപ്പദാസ് അവസാനം പറഞ്ഞ വാചകമാണ്, കോൺഗ്രസ് BJPക്ക് പഠിക്കുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം കോൺഗ്രസ് വളരെയേറെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ എത്രയോ പാരമ്പര്യമുള്ള പാർട്ടിയാണ്. BJPക്ക് അത്രയും വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല. പക്ഷെ പ്രൊഫഷണലിസം അവർക്കായിരുന്നു കൂടുതൽ, അല്ലേ? പ്രൊഫഷണലിസം BJPക്ക് കൂടുതൽ വന്നതുകൊണ്ടാണ് അവർക്ക് വളരെ പെട്ടെന്ന് ഇന്ത്യ മഹാരാജ്യത്തെ തുടർച്ചയായിട്ട് 3ാമത്തെ ഭരണവും കിട്ടുന്നതിന്റെ കാര്യം അതാണ്. കോൺഗ്രസ് ശരിയാണ്, ഏതാണ്ട് 5-6 പതിറ്റാണ്ടുകളോളം ഭരിച്ചെങ്കിൽ പോലും നേതൃത്വ ദാരിദ്ര്യം, ഒരുപക്ഷെ നേതൃത്വ ദാരിദ്ര്യമാകാം, അല്ലെങ്കിൽ വിഷയങ്ങളോടെ കൈകാര്യം ചെയ്ത രീതിയിലുണ്ടായ പ്രശ്നമാകാം, അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തെ ആശ്രയിച്ച് നിന്നു എന്നുള്ളത് കൊണ്ടാകാം. സാർ, ഒരു കാര്യം കൂടെ അതിൽ പറയണം. തീരുമാനം എടുക്കുന്നതിനുള്ള കാർക്കശ്യത എന്നുകൂടെ നമുക്ക് പറഞ്ഞുകൂടെ സാർ? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. കോൺഗ്രസിന് പണ്ടത് ഉണ്ടായിരുന്നു. പണ്ട് ആ കാർക്കശ്യം ഉണ്ടായിരുന്നു. നല്ല കൃത്യമായ തീരുമാനങ്ങൾ സമയത്ത് തന്നെ എടുക്കുമായിരുന്നു. പക്ഷേ പിന്നീട് ഒരു പകുതിക്ക് ശേഷം ഒരു ലാഗിങ്, എവിടെയോ ഒരു വലിവ് കാണുന്നുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞത് ഡിപ്പെൻഡൻസി, അതായത് കോൺഗ്രസ് നെഹ്റു കുടുംബത്തെ ആശ്രയിച്ചുകൊണ്ട് മാത്രമാണ് കാര്യങ്ങളെന്നൊരു മട്ടിലേക്ക് വന്നു. പ്രമുഖരായ പല നേതാക്കന്മാര്, അവസാനം ശരത് പവാറിനെ പോലെയുള്ള നേതാക്കന്മാര് പോലും പാർട്ടി വിട്ടുപോകുന്ന സ്ഥിതിയിലേക്ക് വന്നു. അതിനുശേഷമാണ് ഈ കോൺഗ്രസിന് ഈ പറയുന്നത് പോലെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ വന്നു. ആശയക്കുഴപ്പങ്ങളാണ് പാർട്ടിയെ ഇപ്പൊ എന്ത് സ്ഥിതിയിലേക്കൊണ്ടെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് കോൺഗ്രസിന്? നോർത്ത് നോക്കുക, നോർത്തിൽ എവിടെയുണ്ട്? അതാണ്. പക്ഷെ സൗത്ത്, അതാണ് അയ്യപ്പദാസ് സൂചിപ്പിച്ചത്. പക്ഷേ ഈ അടുത്ത സമയത്ത് വന്ന മാറ്റമാണ് സൗത്ത് ഇന്ത്യയെ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്നത്. അത് അവരുടെ വളരെ വ്യക്തമായ നയപരിപാടികളുടെയും നേതൃത്വത്തിന്റെ ഒരു വലിയ കണിശമായ തീരുമാനങ്ങൾ, കൃത്യമായ തീരുമാനങ്ങളാണ് അത്തരത്തിലെത്തിച്ചത്. സൗത്ത് ഇന്ത്യ ഒരു BJPക്ക് ഒരു വലിയ ബാലികേറാമല പോലെ ആക്കി മാറ്റുകയാണെന്ന് തോന്നുന്നു കോൺഗ്രസ്. കാരണം അതിന്റെ ഒരു രീതി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങൾ നമ്മൾ എടുത്തു നോക്കുക. സൗത്ത് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 6 സംസ്ഥാനങ്ങളിൽ 4 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു, അല്ലേ? തെലങ്കാന അവർക്ക് കിട്ടിയിരിക്കുന്നു. അതേപോലെ തന്നെ ഇപ്പൊ സൂചിപ്പിച്ച കർണാടകത്തില് സുഗമമായ ഭരണമാറ്റം നടന്നിരിക്കുന്നു. തമിഴ്നാട്ടിൽ അപ്രതീക്ഷിതമായ ടെസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, വളരെ പെട്ടെന്ന് അതേവരെ സഖ്യകക്ഷിയായിരുന്ന DMKയെ പെട്ടെന്ന് പറിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വിജയോടൊപ്പം ചേർന്ന് ഭരണത്തിൽ ചേർന്ന് 2 മന്ത്രിമാരും, അല്ലെ? 2 മന്ത്രിമാര് 2029 ലോക്സഭ വരുമ്പോ ഒരിക്കലും ഇനി സ്റ്റാലിന് അങ്ങനെ വലിയ ഒരു ഇതും ഉണ്ടാവില്ല. അവിടെ വിജയാണ് ഇപ്പൊ സ്കോർ ചെയ്യാൻ പോണത് എന്ന് മുൻകൂട്ടി കാണുന്നത് നല്ലതല്ലേ സാർ? ഉറപ്പല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ എപ്പോഴും സ്റ്റാർ വാല്യൂ നോക്കാം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാർ വാല്യൂ ഒരു വലിയ ഘടകമാണ്. അങ്ങനെ ഒരാളിൽ മുൻനിർത്തിയെങ്കിലേ പറ്റുകയുള്ളൂ അവിടെ. അതിന്റെ അഭാവം കൊണ്ടാണ് സ്റ്റാലിൻ കയറിയത്. ഇന്ത്യ മുന്നണിക്ക് തന്നെ അന്ന് ഭരിക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള രജനീകാന്ത് മത്സരിച്ചില്ല, കമൽഹാസനെ കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്താണ് സ്റ്റാലിന് അവിടെ ഭരണം കിട്ടിയത്. പക്ഷെ വിജയ് പോലെ ഒരു പക്ഷെങ്കിൽ MGR-ന് തുല്യനായ ഒരു സ്റ്റാർ വാല്യൂ ഉള്ള ഒരു താരം വന്ന് ഒരു പാർട്ടി രൂപീകരിച്ച് മത്സരിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് DMK അപ്രസക്തമായി, ദ്രാവിഡ രാഷ്ട്രീയം അവിടെ അപ്രസക്തമായി. പക്ഷേ കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ ടൈമിംഗ് നോക്കുക. തമിഴ്നാട്ടിൽ ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് അന്നേ വരെ ഉണ്ടായിരുന്ന DMK പറിച്ചെറിഞ്ഞിട്ട് അവര് പെട്ടെന്ന് വിജയോടൊപ്പം സഖ്യത്തിൽ ചേർന്നു. രാഹുൽ ഗാന്ധി വരെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുത്തു. അതേപോലെ തന്നെയാണ് കേരളം.
കേരളത്തിലും അങ്ങനെ തന്നെ വന്നില്ലേ? കേരളത്തിലും മഹാഭൂരിപക്ഷം ഏതാണ്ട് 102 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് കേരളത്തിലെ ഇപ്പൊ അധികാരത്തിൽ വന്നിരിക്കുന്നത്. അവിടെയും ടൈമിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ വിശദമായിട്ട് അടുത്ത ഇതിനകത്തിൽ പറയാമത്. മനസ്സിലായി. ഈ പറയുന്ന അപ്പൊ നമ്മളെ 6 സംസ്ഥാനങ്ങളിൽ ഇപ്പോഴേ BJP ഇതര അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ കോൺഗ്രസിന് ഭരണമില്ലാത്ത സംസ്ഥാനം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. അവിടെ തെലുങ്ക് ദേശം ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശമുണ്ട്. പിന്നെ പോണ്ടിച്ചേരി, ഇത് രണ്ടല്ലേ ഉള്ളൂ. പോണ്ടിച്ചേരിയിൽ BJPക്ക് ഭരണമുണ്ട്. അങ്ങനെ 6ൽ 4 കോൺഗ്രസ് കൊണ്ടുപോയി, 1 TDP കൊണ്ടുപോയി, 1 BJPക്കാണ്. അപ്പൊ സൗത്തിൽ ശക്തമായിരിക്കുന്നു, ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് ശക്തമായിട്ട് നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് സമയത്തെടുത്ത തീരുമാനമാണ്. അതെ, നമ്മൾ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് സംഭവിച്ചത്. കേരളത്തിലെ സംബന്ധിച്ചുള്ള 102 സീറ്റ് വൻ ഭൂരിപക്ഷത്തോടുകൂടി വന്നു. അത് ഇടതുപക്ഷ സർക്കാരിനെതിരെ ശക്തമായ ജനവിധിയാണ് ഉണ്ടായത്. അതിഭീകരമായ ജനവിധിയാണ്. അതിനെ നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ ഒക്കത്തില്ല. ജനങ്ങളെ മൊത്തത്തിൽ വെറുത്തിരിക്കുന്നു. അവരെ വെറുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അവർക്ക് ആകെ 35 സീറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ മഹാഭൂരിപക്ഷത്തിൽ വന്നെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ചില തർക്കങ്ങളും ഒക്കെ നിന്നിരുന്നു, അല്ലേ? ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കേട്ടിരുന്ന ആരെ മുഖ്യമന്ത്രിയാകണം. ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായിട്ട് KC വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ പ്രതിനിധി. അതോടൊപ്പം തന്നെ 47 MLA-മാരുടെ, അത് കോൺഗ്രസ് പാർട്ടിക്കുള്ള 63 MLA-മാരിൽ 47 പേരും അദ്ദേഹത്തെ പിന്തുണച്ചു എന്നാണ് AICCയുടെ വക്താവ് തന്നെ സമ്മതിക്കുകയായിരുന്നു, അല്ലേ? തന്നെ പറഞ്ഞു 47-ലധികം പേരുടെ പിന്തുണ KC വേണുഗോപാലിനായിരുന്നു. പക്ഷേ ആരാ മുഖ്യമന്ത്രിയായത്? മുഖ്യമന്ത്രിയായത് VD സതീശനാണ്. അതിനന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് ജനഹിതം. അതാണ് ജനഹിതം. പ്രതിപക്ഷ നേതാവായിരുന്ന സതീശന്റെ നേട്ടമാണ് ഈ വലിയ ഭൂരിപക്ഷത്തിന് കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ ജനഹിതം മാനിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷെ മറ്റൊരു വ്യാഖ്യാനം പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് അതേപോലെ തന്നെ മറ്റ് ഘടകകക്ഷികളുടെ സമ്മർദ്ദമാണ് VD സതീശനെ അത് പദവിയിലേക്ക് എത്തിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു. എത്ര തർക്കം നടന്നു, സംശയം, ഒരുപാട് കൂടിയാലോചനകളും തർക്കങ്ങളും ഒക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് നടന്നു. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള വലിയ ക്ലൈമാക്സ് ആയിരുന്നു അതിനകത്ത്. പക്ഷെ എന്ത് സംഭവിച്ചു? VD സതീശന്. അതാണ് ജനഹിതം മാനിച്ചു എന്നാണ് പറയുന്നത്. അതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ ഒക്കെ ചേർന്ന് ഒരു ഫൈനൽ തീരുമാനമെടുത്തു. അതാണ് നമ്മൾ പണ്ട് പറയത്തില്ല, തിരുവനന്തപുരത്ത് 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊന്നിച്ച് നേരെ നിൽക്കാമെന്ന് പറയുമായിരുന്നു. മള്ളൂർ ഗോവിന്ദപിള്ള എന്ന് പറയുന്ന തിരുവനന്തപുരത്ത് അറിയാമായിരിക്കും, അല്ലെ? 1000 രൂപ വലിയ ഫീസാണ്. ഈ മള്ളൂർ ഗോവിന്ദപിള്ള ഒരു പ്രതിയെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അങ്ങനെയാണ്. അന്ന് കോടതിയിൽ മുറുക്കാൻ നമ്മുടെ വായി മുറുക്കാൻ ചവയ്ക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മള്ളൂരിന്റെ ഒരു കേസിലെ കക്ഷിയായിട്ട് വന്ന ആള് ഒരു വെടിയുണ്ട ബന്ധപ്പെട്ട കേസായിരുന്നു. അപ്പൊ ഒറിജിനൽ വെടിയുണ്ട എന്ത് ചെയ്യുന്നറിയാം? മള്ളൂർ ഗോവിന്ദപിള്ള ആ സമയത്ത് കോടതിയിൽ നിന്ന് പുകയിലേക്കകത്ത് വെച്ചങ്ങ് വിഴുങ്ങി എന്നാണ് പറയുന്നത്. എന്നിട്ട് മറ്റൊരു വെടിയുണ്ടയാ വെച്ചത്. അവസാനം തോക്കിനകത്തിൽ വെടിയുണ്ട കയറാതെ വന്നു. അങ്ങനെ ആ കേസ് വെറുതെ വിട്ടെന്നാണ്, അങ്ങനെയാണ് നമ്മള് സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പൊ 1000 രൂപയായിരുന്നു മള്ളൂരിന്റെ ഫീസ്. 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊന്നേച്ച് നേരെ നിൽക്കാമെന്ന് തിരുവനന്തപുരത്തല്ല, തിരുവിതാംകൂർ വലിയ ഒരു സംഭവം ഉണ്ടായതാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 47 MLA-മാരുടെ പിന്തുണയും, അതായത് 32 MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിന്റെ സപ്പോർട്ട് ഉണ്ടായിട്ടും KC വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. പകരം VD സതീശനാണ്. അത് ജനഹിതമാണെന്നാണ്. അത് ഡിസിഷൻ ശരിയായിരുന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ തെളിയിക്കുന്നത്, കേട്ടോ. ഇനി നാളെ എന്താണെന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ്, കോൺഗ്രസുകാരുടെ കാര്യമായിട്ട് പറയാനൊക്കത്തില്ല. പക്ഷെ ഇതുവരെ കൃത്യമായിട്ട് പോവുകയാണ്, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പോവുകയാണ്. തമിഴ്നാട് നമ്മൾ സൂചിപ്പിച്ചു. തമിഴ്നാട്ടിൽ എന്തൊരു പെട്ടെന്നുള്ള മാറ്റമായിരുന്നു ഇപ്പൊ സംഭവിച്ചത് അവിടെ, അല്ലെ? തമിഴ്നാട്ടിൽ വിജയിക്ക് കേവല ഭൂരിപക്ഷത്തിനേക്കാൾ 18 സീറ്റ് കുറവെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നായിരുന്നു AICCക്ക് ഒരു മെയിൽ ചെല്ലുന്നു, പെട്ടെന്ന് പിന്തുണ വേണമെന്ന് വിജയ് അഭ്യർത്ഥിക്കുന്നു. വളരെ പെട്ടെന്ന് TNCC വേണുഗോപാൽ ഇടപെടുന്നു, രാഹുൽ ഗാന്ധി ഇടപെടുന്നു. അതെ, തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് ഇടപെടുന്നതിന്റെ രാഹുൽ ഗാന്ധി തന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. എത്രയോ വർഷങ്ങളായിട്ട് DMK-യുമായിട്ട് സഖ്യത്തിലാണെന്ന് ആലോചിച്ച് നോക്കണം. സ്റ്റാലിനുമായിട്ട് സഖ്യത്തിൽ ചേർന്നിട്ട് സ്റ്റാലിൻ 22 MPമാരും കോൺഗ്രസിന് 10 MPമാരുണ്ട്. അവിടെ നിന്ന് അതെല്ലാം കോൺഗ്രസിന്റെ DMK-യുടെ അക്കൗണ്ടിൽ ജയിച്ചതാണ്. അല്ലാതെ കോൺഗ്രസിന് തമിഴ്നാട്ടിൽ ഇപ്പൊ നമുക്കറിയാം. അതൊരു ദീർഘവീക്ഷണത്തിന്റെ ഫലം തന്നെയാണ്. അതുപോലെ അല്ല സാർ, അതൊരു ദീർഘവീക്ഷണമാണ്. 2029 വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നതിൽ ഇനിയിപ്പോൾ സ്റ്റാലിനെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല. വിജയ് തന്നെയായിരിക്കും അവിടെയും ഷൈൻ ചെയ്യാൻ പോകുന്നത്.
വിജയ്ക്കൊപ്പം നിന്നാൽ കുറച്ച് സീറ്റ് ഇതിനേക്കാളും ചിലപ്പോൾ സീറ്റ് കൂടുതൽ കിട്ടിയേക്കാം എന്ന ദീർഘവീക്ഷണം. സാർ അതുപോലെ നമ്മൾ തമിഴ്നാട് കേരളവും പറഞ്ഞ പോലെ നമ്മൾ ഇനി പറയേണ്ടത് കർണാടകത്തിലെ കാര്യമല്ലേ സാർ? അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? കർണാടകത്തിൽ തന്നെയാണ് അയ്യപ്പദാസ്. കർണാടകത്തിലും നമ്മൾ അയ്യപ്പദാസ് നേരെ ചില സംസ്ഥാനങ്ങൾ സൂചിപ്പിച്ചിരുന്നില്ലേ? ഈ അസം ഒക്കെ എങ്ങനെയാണ്? ഹിമന്ത് ബിശ്വ ശർമ്മ എങ്ങനെ പോയതാണ്? ഹിമന്ത് ബിശ്വ ശർമ്മ വളരെ അടിസ്ഥാന കോൺഗ്രസ്സുകാരനായിരുന്നു അല്ലേ? പക്ഷെ അവിടെ അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹത്തെ മണിക്കൂറുകളോളം കാത്തു നിർത്തി എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ആ സമയത്ത് പട്ടിക്ക് എന്തോ ബിസ്ക്കറ്റ് കൊടുക്കുകയായിരുന്നു എന്നൊക്കെയാണ് ആരോപണങ്ങൾ വന്നത്. അദ്ദേഹത്തെ പോലുള്ള ആളെ വെളി നിർത്തി. അദ്ദേഹം എന്ത് ചാടി? അദ്ദേഹം പുറത്ത് ചാടി, കോൺഗ്രസിൽ നിന്ന് പുറത്ത് ചാടി. ഇപ്പൊ കർണാടക, ഇപ്പൊ അസം BJP-യിലേക്ക് ചേർന്ന് BJP-യുടെ മുഖ്യമന്ത്രിയായിട്ട് മാറി അല്ലേ? രാജസ്ഥാനിലെ നമുക്കറിയാം, രാജസ്ഥാൻ കോൺഗ്രസിന്റെ തളിയ പോലെ കിട്ടിയ ഒരു സീറ്റായിരുന്നു അവിടെ. അന്ന് ഭൂരിപക്ഷത്തോടു കൂടി സച്ചിൻ പൈലറ്റ് എന്ന യുവാവിന്റെ നേതൃത്വത്തിലാണ് അത് വന്നത് അല്ലേ? വന്ന സമയത്ത് എന്ത് പറ്റി? അവസാനം മുഖ്യമന്ത്രി കസേര വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരങ്ങ് പിന്മാറിക്കളഞ്ഞിട്ട് അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്നു. അപ്പൊ ശരിയാണ്, സീനിയർ ആളാണ്, പ്രായമുള്ള ആളാണ്, എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങളുടെ മാൻഡേറ്റ് സച്ചിൻ പൈലറ്റിനായിരുന്നു. സച്ചിൻ പൈലറ്റിനെ അന്ന് മുഖ്യമന്ത്രിയാക്കിയിരുന്നെങ്കിൽ ഒരിക്കലും രാജസ്ഥാൻ അവിടെ നിന്ന് പോവുകയില്ലായിരുന്നു. അശോക് ഗെഹ്ലോട്ട് അല്ലേ പിന്നെ ആയത്? അതെ, പിന്നീട് അങ്ങനെയാണ് വരുന്നത്. അതെയാണ് അശോക് ഗെഹ്ലോട്ടിനെ കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് അവിടെ പോകുന്നത്. പഞ്ചാബിന്റെ സ്ഥിതി അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്? പഞ്ചാബിലെ ക്യാപ്റ്റൻ അല്ലെ അമരീന്ദർ സിംഗ് വളരെ ശക്ത, കാരണം അതൊരു സിഖ് പാരമ്പര്യമാണത്. നമ്മൾ ഈ ബംഗാളി പാരമ്പര്യം, തമിഴ്നാട്ടിൽ ദ്രാവിഡ പാരമ്പര്യം എന്ന് പറഞ്ഞ പോലെ സിഖുകാരുടെ ഒരു സർവാധിപത്യമുള്ള സ്ഥലമാണ് പഞ്ചാബ് എന്ന് പറയുന്നത്. അവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം അവർക്ക് കോൺഗ്രസിനോട് വലിയ വിരോധമായിരുന്നു. പക്ഷെ അമരീന്ദർ സിംഗ് അതെല്ലാം മാറ്റിയെടുത്ത് ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ അങ്ങനെ അതെല്ലാം വന്ന് കാര്യങ്ങളൊക്കെ ഉഷാറാക്കിയ സമയത്താണ് ഈ പറയുന്നത് ക്യാപ്റ്റനെ പൊടുന്നനെ അങ്ങ് മാറ്റിയിട്ട് ചന്നി അല്ലേ, ഒരു പിന്നെ സംവരണം പട്ടികജാതി ഇതിന് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ചന്നിയൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച അവസാനം എന്ത് പറ്റി? ആപ്പ് കൊണ്ടുപോയി അല്ലേ? ഇപ്പൊ AP കൊണ്ടുപോയി. AP വൻ ഭൂരിപക്ഷത്തിലാണ്. അയ്യപ്പദാസ് ഇന്നലെ കണ്ടോ അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലെ ഇലക്ഷന്റെ റിസൾട്ട് കണ്ടോ അയ്യപ്പദാസ്? ഏതാണ്ട് 2000 അടുപ്പിച്ചുള്ള മൊത്തം. ഒരു വാർത്ത കേട്ടായിരുന്നു. അതെ 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 2000 അടുപ്പിച്ചാണ് അവിടുത്തെ മൊത്തം പിന്നെ കോർപ്പറേഷന് പിന്നെ മറ്റേ 3 ടയർ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന തദ്ദേശ സ്വയംഭരണ സീറ്റുകളില്. അതിനകത്തിലെ ഏതാണ്ട് 885 സീറ്റുകളോളം ആപ്പാണ് വീണ്ടും ജയിച്ചിരിക്കുന്നത്. അവരുടെ ഭരണമുണ്ട്. പക്ഷേ കോൺഗ്രസ് വീടിരിക്കുന്ന നോക്കുക പഞ്ചാബില്. കോൺഗ്രസിന്റേത് ഏതാണ്ട് 1/3 കുറഞ്ഞു. അവരുടെ സീറ്റുകൾ ഏതാണ്ട് 900 നിന്ന് 300 ശിഷ്ടം സീറ്റുകൾ, 350 390 സീറ്റായിട്ടാണ് കോൺഗ്രസ് തലയും കുത്തി വീണിരിക്കുകയാണ് അവിടെ. പക്ഷെ BJP-ക്ക് നേട്ടം ഉണ്ടായി കേട്ടോ. BJP-ക്ക് നേട്ടമുണ്ടായി. അവരൊക്കെ അവിടെ നിന്ന് 40 45 49 സീറ്റേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് 179 180 സീറ്റിലേക്ക് അവര് കയറി വന്നു. സാർ, അപ്പോ നമ്മളിപ്പോ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സാർ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ശരത് പവാർ പോയി എന്ന് പറഞ്ഞു. അതുപോലെ മമത പോയത് പറയണ്ടേ സാർ? മമത പോയി, ഗുലാം നബി ആസാദ് പോയി, അംബിക സോണി പോയി. ഓരോ സംസ്ഥാനത്തിൻ്റെ കാര്യം എടുക്കുമ്പോൾ ബംഗാളിൽ മമത പോയത് എന്തൊരു വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. മമതയുടെ പോക്ക് അതിനി പിടിച്ചാൽ കിട്ടുമോ? മഹാരാഷ്ട്രയിൽ ശരത് പവാർ പോയത് ഇനി അത് പിടിച്ചാൽ കിട്ടുമോ? മാധവ് റാവു സിന്ധ്യ, ആ മാധവ് റാവു സിന്ധ്യ എന്ന് പറയുന്നത് ആരായിരുന്നു? കോൺഗ്രസ്സുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബാംഗമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു എത്ര നമുക്ക് എണ്ണം പറയാൻ വിരലിലെണ്ണാവുന്നതിനേക്കാൾ ഒരുപാട് കഴിവുള്ള ആൾക്കാർ ഈ പാർട്ടി വിട്ട് പോയതിനെക്കുറിച്ച് സാറിനറിയാം. ഈ PA സാങ്മയൊക്കെ പോയത് നമുക്ക് ഓർമ്മയില്ലേ? അവരെല്ലാം അങ്ങനെ എത്രയോ പേര് പോയി. അപ്പോൾ സാർ, ഇതിൽ നിന്നും ഒരു തിരിച്ചു വരവ് ഇനിയെങ്കിലും AICC കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത് ഒരു നല്ല ലക്ഷണമാണോ? അതും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സംസാരം അവസാനിപ്പിക്കാം സാർ. സാറിന് എന്താ തോന്നുന്നു? ഞാൻ ഈ പറഞ്ഞ പേരുകളെക്കുറിച്ചൊന്ന് പരാമർശിക്കണം സാറ്. മമതയുടെ പേര്, ശരത് പവാറിൻ്റെ പേര് പറയണം സാർ. തീർച്ചയായിട്ടും ഇവരൊക്കെ ഈ മഹാരാഷ്ട്ര, അതായത് മധ്യേന്ത്യൻ പൊളിറ്റിക്സിന്റെ നെടുനായകത്വമായിരുന്നു ശരത് പവാർ എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ എല്ലാമായിരുന്നു അദ്ദേഹം അല്ലേ? ഒരുപക്ഷെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഉയർന്നു വരാവുന്ന വലിയ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായിരുന്നു. പക്ഷെ ജോർജ് ഫെർണാണ്ടസിനൊക്കെ ഒപ്പം അല്ലേ? തീർച്ചയായിട്ടും പിന്നെ വലിയ തെരഞ്ഞെടുപ്പുള്ള നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഒതുക്കണമെന്ന് ആരോ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം പോയത്. മമത പോയത് മറ്റൊരു തരത്തിലാണ്. മമതയ്ക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സിസ്റ്റത്തോടും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ് വിട്ട് ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നത്. അങ്ങനെ ഒരുപാട് നേതാക്കളായി. ഇപ്പൊ നമ്മളത് പറയാൻ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഗുലാം നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ നമ്മുടെ പറഞ്ഞ കേരളവുമായിട്ട് AICCയുടെ ഏറ്റവും വലിയ വക്താവായിരുന്നു. കേരള രാഷ്ട്രീയത്തെ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ അതിന് പരസ്പര ലിങ്കായിട്ട് പാർലമെന്റിൽ
നിന്ന ആളായിരുന്നു, വളരെ പ്രമുഖനായിരുന്നു. പക്ഷെ ഇവരൊക്കെ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് നേതൃത്വത്തിന്റെ നേതൃരാഹിത്യമെന്നോ അല്ലെങ്കിൽ അവരുടെ പിടിപ്പുകേടെന്നൊക്കെ പറയാവുന്നത്. പക്ഷെ കർണാടക രാഷ്ട്രീയത്തിൽ അവർ ഇന്നലെ കാണിച്ചത് വളരെ അതിബുദ്ധിപരമായ ഒരു തീരുമാനമാണ്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടെങ്കിലേ പറ്റുകയുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ അതിശക്തനായ DK ശിവകുമാറിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നേരത്തെ തന്നെയുള്ള കണ്ടീഷൻ പ്രകാരമാണെങ്കിൽ 2.5 വർഷം കഴിഞ്ഞ ശേഷം സിദ്ധരാമയ്യ മാറിക്കൊടുക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ സിദ്ധരാമയ്യ മാറിയില്ല. DK ശിവകുമാറിന്റെ ശക്തി നമുക്കറിയാമല്ലോ. ജയിലിൽ പോയി കിടന്ന സമയത്തും അന്ന് ജയിലിൽ ചെന്ന് ഈ പ്രിയങ്ക ഗാന്ധിയും ഒക്കെ സോണിയാഗാന്ധിയും കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ജയിലിൽ എത്ര നാൾ കിടന്നാലും ശരി, ഞാൻ കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്ന് പറഞ്ഞാൽ വാക്ക് പാലിച്ച ആളാണ്. ആ വാക്ക് പാലിച്ച ആളാണ് പിന്നെ DK ശിവകുമാർ. അദ്ദേഹത്തെ BJPയുടെ പിന്നെ EDയുടെ അന്വേഷണങ്ങളും ജയിൽവാസവും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുമാണ്. പക്ഷേ ആ ശിവകുമാർ പിന്നെ 2.5 വർഷം കഴിഞ്ഞു, പിന്നെ 6 മാസം കൂടെ കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞു വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറിയ തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അത് പൊട്ടിത്തെറിയിലേക്ക് പോകുമോ എന്ന് സംശയിച്ചിരുന്നു. കാരണം കർണാടകം കൈവിട്ടു പോകുന്ന കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് രണ്ട് നേതാക്കന്മാർ. ഒരു പരിക്കുകളും ഉണ്ടാക്കാതെ പിന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളും പുറത്ത് കേൾപ്പിക്കാതെ ആ പ്രശ്നത്തിന് രമ്യമായ ഒരു പരിഹാരം കണ്ടെത്തി. അത് വളരെ ഇതാണ്. സിദ്ധരാമയ്യ തന്നെ സംബന്ധിച്ച് ഞാൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നു, DK ശിവകുമാർ അടുത്ത മുഖ്യമന്ത്രി ആവുമെന്ന് പറയുന്നു. അങ്ങനെ രമ്യമായ ഒരു രീതിയിലാണ്. പക്ഷെ എങ്കിൽ പോലും ചില അണ്ടർ കറൻസിനകത്ത് നടക്കുന്നുണ്ട്, അടിയൊഴുക്കുകൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം മന്ത്രിസഭാ വികസനം ഉടനെ നടത്തുന്നില്ല എന്ന് പറയുന്നു. കാരണം സിദ്ധരാമയ്യക്ക് അദ്ദേഹത്തിന്റെ മകനെ ക്യാബിനറ്റിൽ കൊണ്ടുവന്നുണ്ടാവുന്നുണ്ട്. അത് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട്. അതേപോലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അവിടെ നിന്ന് നിലവിൽ ഏതാണ്ട് 3ഓളം MP മാരെ ജയിപ്പിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. പക്ഷേ ഈ സിദ്ധരാമയ്യക്ക് ഇപ്പോഴും ശക്തനാണ് കേട്ടോ. അദ്ദേഹം പ്രായമാണെങ്കിലും വളരെ ശക്തനായ പവർഫുൾ ആയ ഒരു നേതാവാണ് അദ്ദേഹം. പക്ഷേ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിച്ച ശേഷം DK ശിവകുമാർ നാളെ സത്യപ്രതിജ്ഞയാണെന്ന് തോന്നുന്നു. നാളെ വൈകുന്നേരം സത്യപ്രതിജ്ഞയാണ്. അദ്ദേഹം പറഞ്ഞത് 4 സംസ്ഥാനങ്ങളിലെ കൃത്യമായ തീരുമാനങ്ങൾ കൊണ്ട് അതങ്ങനെ സംഭവിച്ചു. 3-ാം തീയതിയാണ് സത്യപ്രതിജ്ഞ. 3-ാം തീയതിയാണെന്നാ പറയുന്നത്. 3-ാം തീയതി. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത്. അയ്യപ്പദാസ് തന്നെ പറഞ്ഞത് വാചകം തന്നെയാണ് ശരി. ഇപ്പൊ BJPയെ കണ്ട് പഠിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. കാരണം അതെ, വളരെ കൃത്യമായിട്ട് അങ്ങനെ ചെയ്തത് കൊണ്ട് സൗത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളില് 4 സംസ്ഥാനങ്ങളെ സുഗമമായിട്ട് ഭരിക്കാൻ പറ്റുന്നുണ്ട്. ഇനി അത് നേരെ ഭരണം നടത്തി കഴിഞ്ഞാൽ വലിയ സ്വാധീനമാണ്. പക്ഷെ നോർത്തിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് കേട്ടോ. നോർത്തിൽ ഇനിയൊക്കെ ഒരു തിരിച്ചുവരവെന്ന് പറഞ്ഞാൽ BJPക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ പറഞ്ഞില്ലേ വലിയ സംസ്ഥാനങ്ങൾ ഇപ്പൊ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ മുമ്പേ പഞ്ചാബ് സൂചിപ്പിച്ചില്ലേ, ഇനി അടുത്തത് പഞ്ചാബിലും ഉത്തർപ്രദേശിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അല്ലെ? ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് നിൽക്കുന്നിടത്തോളം കാലം യോഗിയെ മറികടന്ന് അവിടെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ SP-ക്ക് പോലും അസാധ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്ര എളുപ്പമല്ല. കാരണം അത്രയേറെ വികസന പ്രോജക്റ്റുകളാണ് UP നടന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യോഗിയെ മറികടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ പഞ്ചാബ് ആയിരുന്നു കോൺഗ്രസിന് ഒരു സാധ്യത വരുന്നത്. പക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും പുറകിൽ പോയിരിക്കുന്നു കോൺഗ്രസ്. അപ്പൊ അവിടെ ഇത്തരത്തിൽ നേതൃത്വത്തിന്റെ പാളിച്ച കൊണ്ടുപോയ നിരവധി സ്റ്റേറ്റുകൾ, ഡൽഹി പോയി, മഹാരാഷ്ട്ര പോയി, എത്ര നമുക്ക് അങ്ങനെ. ഏതായാലും സാർ ഒരു ചെറിയൊരു പച്ചത്തുരുത്ത് നമ്മൾ ഇതിൽ കാണുന്നു. അതൊരു നല്ല ലക്ഷണമായി കാണാം അല്ലേ? അതുകൂടെ സാർ ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. തീർച്ചയായിട്ടും BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ അവർക്കൊന്നല്ല അയ്യപ്പദാസ്, ഒരു ചെയിൻ ഓഫ് ലീഡേഴ്സ് ആണ്. അവരുടെ 1-ാം നിര, 2-ാം നിര, 3-ാം നിര. ഇപ്പൊ 1-ാം നിര എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും 1-ാം നിരയിലെ നേതാക്കന്മാർ നരേന്ദ്രമോദി, അമിത്ഷായാണ്. പക്ഷെ സെക്കൻഡ് റോ നോക്കുക, സെക്കൻഡ് റോ അതിലും ഭീകരന്മാരായ നേതാക്കന്മാരാണ് അല്ലേ? വളരെ സ്ട്രാറ്റജി, വളരെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയുന്ന സെക്കൻഡ് റോ അവർക്ക് നിൽക്കുന്നുണ്ട്. ഡെമോക്രാറ്റ്സ് ആണെങ്കിലും പിന്നെ എക്സ്പീരിയൻസ് പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ശരി, മറ്റെല്ലാ തരത്തിലും അക്കാഡമിഷ്യൻസ്, അതേപോലെ തന്നെ നമ്മുടെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ പോലെയുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള അതിബുദ്ധിമാന്മാരുടെ ജയശങ്കർ, പിന്നെ വിദേശകാര്യമന്ത്രി ജയശങ്കറെ പോലെ ആളുകൾ ഒരു വലിയ ചെയിൻ അവരുടെ തൊട്ട് പുറയിലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവർ ഹൈറാർക്കി ഒരിക്കലും മറികടക്കത്തില്ല. അതാണ് BJPയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഒരിക്കലും ഇപ്പൊ നരേന്ദ്രമോദി, അമിത്ഷായാണ് പറഞ്ഞതെങ്കിൽ അവര് തന്നെ നിൽക്കും. അവരെപ്പോൾ മാറുന്നു അപ്പോഴേ സെക്കൻഡ് പൊസിഷൻ അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യത്തുള്ളൂ. പക്ഷെ മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. കോൺഗ്രസ് ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കോൺഗ്രസിൽ ഒരു ചെറിയൊരു മാറ്റം ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ, BJPക്കൊപ്പം ഒരു ബലാബലം എന്നുണ്ടെങ്കിൽ 2029 ലോക്സഭയിൽ എങ്ങനെയാകും, ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിൽ എന്താകും എന്നൊക്കെ നമുക്ക് കാത്തിരിക്കാം അല്ലേ? നമുക്ക് നോക്കാം. ഒരു നല്ല ലക്ഷണം, ഒരു ബലാബലമായിട്ടുള്ള ഒരു ആരോഗ്യകരമായ ഒരു മത്സരത്തിന് നമുക്ക് നോക്കാം അല്ലേ സാർ?
തീർച്ചയായിട്ടും കാരണം അത് ഈ മണ്ഡല പുനർനിർണ്ണയം വരുന്നുണ്ട് അയ്യപ്പദാസ്. അതുകൂടെ ആ കാരണം ഇപ്പൊ ഇത് വലിയ പ്രശ്നമാണ്. പശ്ചിമ ബംഗാളും തമിഴ്നാടും പോയതോടുകൂടി ഇന്ത്യ മുന്നണി വളരെ വീക്കായിരിക്കുകയാണ്. BJPക്ക് വളരെ തീർച്ചയായിട്ടും അഡ്വാൻസ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പക്ഷെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഇത് പാസ്സാക്കി എടുക്കുകയാണെങ്കിൽ മണ്ഡല പുനർനിർണ്ണയവും ഇവര് ഈ സ്ത്രീകൾക്കുള്ള പറയുന്ന പോലെ സംവരണം. ഇത് നമുക്ക് നോക്കാം. അവർ AICC എങ്ങനെ ഇനി അടുത്ത സ്റ്റെപ്പ് നീങ്ങുമെന്നുള്ളത് കുറച്ചുകൂടി നമുക്കൊന്ന് കാത്തിരിക്കാം. നന്ദി. താങ്ക് യു സാർ. തീർച്ചയായിട്ടും.